മാസത്തെ നമ്മുടെ കുടുംബ കൂട്ടായ്മകളിലെ ചർച്ചാ വിഷയം കൂടുതൽ മക്കൾ നാടിൻ്റെ നന്മയ്ക്ക് എന്നുള്ളതാണ്. 2026 മാർച്ച് മാസത്തിൽ പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ അമേരിക്കയിൽ വെച്ച് നടന്ന മാർച്ച് ഫോർ ലൈഫിനകത്ത് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. അത് മറ്റൊന്നുമല്ല, കുടുംബങ്ങളിൽ കൂടുതൽ മക്കളുണ്ടാകുന്നത് സാമൂഹ്യ നന്മയ്ക്കും സാമൂഹ്യ നിർമ്മിതിക്കും അത്യാവശ്യമാണെന്ന് പറയുകയുണ്ടായി. നമുക്കറിയാം, ഇന്ന് ചൈന പോലുള്ള വികസിത രാജ്യങ്ങൾ മനുഷ്യരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് മാത്രം അവരനുഭവിക്കുന്ന പ്രതിസന്ധികൾ നാം ഇന്ന് പത്രങ്ങളിലൂടെയും മറ്റും വായിച്ചറിയുന്നുണ്ട്. ചൈന 2013 വരേക്കും ഒറ്റക്കുട്ടി നയമാണ് സ്വീകരിച്ചതെങ്കിൽ അതിനുശേഷം അവർ ആ നയങ്ങളിൽ വ്യത്യസ്തത മാറ്റി 2 or 3 ആകാമെന്ന നിലപാടുകളാണ് ഇപ്പോഴുള്ളത്. എന്നാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അനുസരിച്ച് പറയുന്നത് പ്രകാരമാണ്, ഇത്തരത്തിൽ കൂടുതൽ മക്കൾക്ക് ജന്മം നൽകുവാൻ പ്രോത്സാഹനം നൽകുമ്പോഴും സ്ത്രീകൾ അതിനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. മിക്കവാറും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും സ്ഥിതി ഇതുതന്നെയാണ്. നമുക്കറിയാം, ഇന്ന് കേരളം ഇന്ന് വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ തന്നെ ചുറ്റുപാടുമുള്ള പല ഭവനങ്ങളിലും നാം പരിശോധിക്കുമ്പോൾ പ്രായമായവർ മാത്രമായി കഴിഞ്ഞു. ഉള്ള മക്കളാണെങ്കിലോ അവരെല്ലാം വിദേശത്തേക്ക് നാട് വിട്ടുകഴിഞ്ഞു. മറ്റൊരു പ്രധാന പ്രശ്നം നാം ഇന്ന് അനുഭവിക്കുന്ന ഇതാണ്, നമ്മുടെ തന്നെ യൗവനം കഴിഞ്ഞു വരുന്ന അല്ലെങ്കിൽ വിവാഹിതരാകാനായിട്ടുള്ള പ്രായമായി വരുന്ന മക്കൾ പോലും ഇപ്പോൾ വിവാഹം വേണ്ട, ഇനി അഥവാ വിവാഹിതരാകുന്നെങ്കിൽ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറയുന്ന ഒരു മനസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. നാം തിരിച്ചറിയേണ്ട ഇതാണ്, കഴിഞ്ഞ 1971 ശേഷം ഈ 50 വർഷക്കാലത്തിലധികമായിട്ട് ഇവിടെ നടപ്പാക്കിയ MTP ആക്ട് എന്ന മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന ആ ഒരു കിരാത ഭ്രൂണഹത്യാ നിയമം വഴി നമ്മുടെ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ പ്രതിവർഷം 1.66 കോടി കുഞ്ഞുങ്ങൾ അത്തരത്തിൽ മരണപ്പെട്ടു പോകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പിതാവായ ദൈവം ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ചതിന് ശേഷം അവരെ അനുഗ്രഹിച്ച് വിട്ടത് പ്രകാരമായിരുന്നു, നിങ്ങൾ ഭൂമിയിൽ പെറ്റുപെരുകി അതിനെ കീഴടക്കുവിനെന്നായിരുന്നു. എന്നാൽ പിന്നീട് കായൻ ആബേലിനെ കൊന്നപ്പോൾ ആ ആബേലിൻ്റെ രക്തത്തിൻ്റെ നിലവിളി, ആ നിഷ്കളങ്ക രക്തത്തിൻ്റെ നിലവിളി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തിയപ്പോൾ പിതാവ് അവിടെ നിന്ന് ദുഃഖിച്ചുകൊണ്ട് പറഞ്ഞ ആ വചനഭാവവും നമുക്കറിയാം. അത്തരത്തിൽ ഇന്ന് കോടാനക്കോടി കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ MTP ആക്ട് വഴി MTP ആക്ടിൻ്റെ മറവിൽ കൊല ചെയ്യപ്പെട്ടുവെങ്കിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്ക രക്തത്തിൻ്റെ നിലവിളി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി കാണണം. നാം ഇന്ന് മക്കളില്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കേരളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രായമായവരെ സംരക്ഷിക്കുവാനായിട്ട് ആളുകളില്ലാത്ത അവസ്ഥയിലേക്ക് സ്ഥിതി കടന്നു വന്നിരിക്കുന്നു. പത്തനംതിട്ട പോലുള്ള പല ജില്ലകളും ഇന്ന് ശ്മശാന മൂകത അനുഭവിക്കുന്നു. മക്കളില്ലാതെ സ്വത്തും മറ്റ് കെട്ടിടങ്ങളും ഉണ്ടെങ്കിലും അതിനകത്ത് പ്രായമായവർ മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കും. നാം ഇത് തിരിച്ചറിയണം. മനുഷ്യരാണ്, അതല്ലെങ്കിൽ മക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ ധനം എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നാം എത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും നന്മയ്ക്ക് മക്കളാണ് കൂടുതൽ ജനിക്കേണ്ടത്. പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2 മാർപ്പാപ്പ തൻ്റെ ജൂവിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിനകത്ത് ദമ്പതികളോട് പറയുന്ന ഒരു വാചകം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ദമ്പതികളെ, നിങ്ങൾ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമുള്ള മനുഷ്യജീവനുകൾക്ക് ജന്മം കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. പിതാവായ ദൈവം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറഞ്ഞ അതേ വാക്കുകളുടെ പ്രതിഫലനമാണ് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ തൻ്റെ ജീവന്റെ സുവിശേഷം എന്ന ചാക്രിക ലേഖനത്തിലൂടെ നമ്മോട് പറയുന്നത്. ദമ്പതികളെ, നിങ്ങൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമുള്ള മനുഷ്യജീവനുകൾക്ക് ഭൂമിയിൽ ജന്മം നൽകുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഈ ഒരു വിളിയോട്, ഈ ഒരു ദൗത്യത്തോട് പ്രതികരിക്കുവാനായിട്ട്, പ്രത്യുത്തരിക്കുവാനായിട്ട് നമ്മുടെ മാതാപിതാക്കൾ അടങ്ങുന്ന ഈ 50 വർഷക്കാലമുണ്ടായ എല്ലാ വിവാഹങ്ങളിലും ഇത്തരത്തിലെ ഈ ഒരു ജീവന്റെ ബോധ്യം ലഭിക്കുവാൻ ഇടയാകാതെ വന്നപ്പോൾ 1ഉം 2ഉം കുട്ടികൾക്ക് മാത്രം ജന്മം നൽകിക്കൊണ്ട് ഗർഭപാത്രം അടച്ചു കളഞ്ഞുവെങ്കിൽ അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഈ മാസത്തെ നമ്മുടെ ചർച്ചാ വിഷയം, കൂടുതൽ മക്കൾ നാടിൻ്റെ നന്മയ്ക്ക് എന്നൊരു ചർച്ചാ വിഷയം നാം എടുക്കുവാനായിട്ടിടയായിട്ടുള്ളത്.
പ്രത്യേകമായിട്ട് നമ്മുടെ സീറോ മലബാർ സഭയ്ക്കകത്ത് തന്നെയാണ് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതലായിട്ട് കുറഞ്ഞു പോയിട്ടുള്ളതെന്ന് തിരിച്ചറിയുമ്പോൾ നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. പ്രത്യേക ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, മറ്റുള്ളവർ ഞങ്ങളെ പീഡിപ്പിക്കുന്നു, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ അകൃത്യങ്ങൾ മൂലം ഞങ്ങൾ എണ്ണത്തിൽ വളരെ കുറവായി പോയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഞങ്ങളെ ഞെരുക്കുന്നു, പീഡിപ്പിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വചനഭാഗം കൂടെ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാണ്. ഇന്ന് കേരളം അനുഭവിക്കുന്ന ഈ ദുരിതത്തിൽ ഇത്തരത്തിൽ നിലവിളിക്കേണ്ട സമയം പ്രത്യേകമായിട്ട് നമ്മുടെ സീറോ മലബാർ സമുദായത്തിൽ വന്ന് ചേർന്നിരിക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇനിയും കൂടുതൽ മക്കൾക്ക് ജന്മം നൽകിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളുടെ പൂന്തോട്ടമാക്കി തീർക്കുവാനായിട്ട് നാം ശ്രമിക്കുന്നില്ല എങ്കിൽ നമുക്ക് തന്നെ ദുരിതമെന്ന് വിളിച്ചു പറയുന്നു. മറ്റൊരു സംഗതി കൂടെ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള വചനഭാഗം കൂടെയുണ്ട്. അത് പ്രകാരമാണ്, നിങ്ങളുടെ മാർഗങ്ങൾ തിരുത്തുകയും നിങ്ങളുടെ ചെയ്തികൾ, നിങ്ങളുടെ പ്രവൃത്തികൾ നേരെയാക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് സമൃദ്ധി ഞാൻ തിരിച്ചു നൽകുമെന്ന് പറയുന്ന ആ വചനഭാഗം കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വയ്ക്കുകയാണ്. ഇനി ഒരു കുഞ്ഞു പോലും മാതാവിൻ്റെ അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് ജനിക്കാനിടയുള്ള ഒരു കുഞ്ഞു പോലും മരിച്ചു പോകാനായിട്ട്, കൊല ചെയ്യപ്പെടുവാനായിട്ട് ഇടയാകരുത് എന്ന് നാം ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കേണ്ടിയിരിക്കുന്നു. ദൈവം ദാനമായി നൽകുന്ന ആ സമയത്ത് തന്നെ ദൈവം ദാനമായി നൽകുന്ന അതേ കുഞ്ഞിനെ സംരക്ഷിക്കുവാനും വളർത്തിയെടുക്കുവാനുമായിട്ടുള്ള വലിയ കൃപ ദമ്പതികളായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആ കൃപയെ സ്വീകരിച്ചുകൊണ്ട് എപ്പോഴാണോ ദൈവം നമുക്ക് ദാനമായിട്ട് കുഞ്ഞുങ്ങളെ നൽകുന്നത്, ആ സമയത്ത് തന്നെ അതിനെ സ്വീകരിക്കുവാനും അതിനെ വളർത്തിയെടുക്കുവാനായിട്ടുള്ള വലിയ കൃപ നമുക്കുണ്ടാകട്ടെ. അതിനായിട്ടുള്ള പ്രചോദനം നമുക്കുണ്ടാകട്ടെ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു, സ്വാർത്ഥ ലാഭത്തിനും ഒരു പിടി യവത്തിനും വേണ്ടി എൻ്റെ ജനത്തിൻ്റെ ജീവനെ നിങ്ങൾ വേട്ടയാടുകയും നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ജനിക്കേണ്ടിയിരുന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാതിരിക്കുകയും ജനിക്കാൻ പാടില്ലാത്തവരുടെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്തുവെന്ന് പ്രവാചകൻ ശക്തമായ ഭാഷയിൽ പറയുന്നു. ആ വചനഭാഗം കൂടെ നമ്മുടെ സ്മരണയിലുണ്ടാകട്ടെ. ഒരു കുഞ്ഞു പോലും നമ്മുടെ സ്വാർത്ഥത മൂലം ജനിക്കാനിടയാകാത്ത സാഹചര്യം നമ്മളുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കട്ടെ. സീറോ മലബാർ സഭയിലെ ശക്തി എന്ന് പറയുന്നത് കൂടുതൽ മക്കളുള്ള കുടുംബങ്ങൾ, കൂടുതൽ മക്കളുള്ള സമുദായം എന്നതിലേക്ക് വളർന്നു വരുവാനായിട്ട് നാം ഓരോരുത്തരും ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും തീരുമാനമെടുക്കണമെന്നും അതിനായിട്ട് പ്രയത്നിക്കണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ 3 ചോദ്യങ്ങൾക്ക് കൂടെ അവസരം നൽകുകയാണ്. ആ ചോദ്യങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മകളിൽ ചർച്ച ചെയ്യണം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കുടുംബങ്ങളിൽ മക്കൾ കുറഞ്ഞു പോയത് കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നാം ചർച്ച ചെയ്യണം. രണ്ടാമതായിട്ട്, ഇത്തരത്തിൽ കൂടുതൽ മക്കളുള്ള കുഞ്ഞുങ്ങളെ ഉള്ള കുടുംബങ്ങളെ സഹായിക്കുവാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യുവാനായിട്ട് കഴിയുമെന്ന് കൂടെ നിങ്ങൾ ചർച്ച ചെയ്യണം. ഒപ്പം തന്നെ കൂടുതൽ മക്കളെ ജന്മം നൽകുവാനായിട്ട് എന്തുകൊണ്ട് ദമ്പതികൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ അതിനായിട്ട് ശ്രമിക്കുന്നില്ല എന്ന കാര്യം കൂടെ, ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യണം, നിങ്ങളുടെ കുടുംബ കൂട്ടായ്മകളിൽ ചർച്ച ചെയ്യണം. അതിനായിട്ടുള്ള പ്രതിവിധികൾ കണ്ടെത്തി ഇനിയും പരിഹരിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ നിന്ന് ആരംഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ നേരം കേട്ടിരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.